മെഴ്സിഡസിൻ്റെ E300 എന്നുകൊണ്ടുള്ള മോഡലാണ്. വലിയ കാലപ്പഴക്കമൊന്നുമില്ലാത്തൊരു പുതിയ വണ്ടിയാണ്. അപ്പം ഓടുന്ന സമയത്ത് ചെറിയൊരു സസ്പെൻഷൻ നോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് കസ്റ്റമർ കൊണ്ടുവന്നതാണ്. ശരിയാണ്, വലിയ നോയ്സൊന്നും ഉണ്ടായില്ല. ചെറിയൊരു ഞെരുങ്ങുന്ന പോലത്തെ ഒരു സൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ട് സൈഡിലെയും ലോവർ ആമിൻ്റെ ബുഷുകൾ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ അതിൻ്റേതായിരുന്നു ആ സൗണ്ട്. പക്ഷേ കസ്റ്റമർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോവർ ആം മാത്രമായിട്ട് നമ്മൾ മാറണ്ട, ഞാൻ ഇതുവരെ സസ്പെൻഷൻ വർക്കുകളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാറുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് മാറാം. കാരണം ഈ ഒരു സസ്പെൻഷൻ വർക്കിനായിട്ട് ഇനിയൊരു സമയം കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ് നല്ലത് എന്ന് കസ്റ്റമർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. സാധാരണ സസ്പെൻഷൻ വർക്കിന് വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മളാണ് അങ്ങനെ പറയാറ്, എല്ലാം കൂടെ ഒരുമിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയാറ്. ഇത് കസ്റ്റമർ തീരുമാനമെടുത്ത് വളരെ ശരിയാണ്. കാരണം ഈ ഒരു പാർട്ട് മാത്രമേ ഇപ്പോൾ പോയിട്ടുള്ളൂ. പക്ഷേ ചിലപ്പം ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും അടുത്ത പാർട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവരണം. അപ്പോൾ ആ സമയത്ത് സെപ്പറേറ്റ് ലേബർ ചാർജ് ആവും, ടൈം വേസ്റ്റ് ആവും. അപ്പം ഇതെല്ലാം കൂടി എന്തായാലും അടുത്ത് മാറേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് മാറുന്നതാണെന്ന് തീരുമാനമെടുത്തത്. ഇത് വളരെ നല്ല കാര്യമാണ്. കംപ്ലീറ്റ് സാധനങ്ങളും ആൾ തന്നെ പുതിയത് വാങ്ങിക്കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി അലൈൻമെൻറ്റും ചെയ്ത് ഓടിച്ചു നോക്കി. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ അത്യാവശ്യം കെയർ ചെയ്ത് വണ്ടി ഓടിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇനി അടുത്ത കാലത്തൊന്നും സസ്പെൻഷൻ്റെ വർക്കിനായി വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ടി വരില്ല.